പണ്ട് ഡസ്റ്റർ വാങ്ങുമ്പോൾ ഡസ്റ്ററിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എഫിഷ്യൻസി ആയിരുന്നു. കാരണം ഡീസൽ എന്ന് പറയുന്നത് ലാഭത്തിൽ ഓടിക്കാൻ പറ്റിയൊരു ഫ്യൂലാണ്. ഓക്കെ, കലോട്ടെ കണ്ടില്ലേ, റെഡ് ലൈൻ ടച്ച് ചെയ്ത് ഞാനിപ്പോൾ ലൈനൊന്നും ചേഞ്ച് ചെയ്യാണ്. കണ്ടോ ആ സ്പീഡ് നോക്കിയേ, കാല് കൊടുത്ത് ഇങ്ങനെയൊക്കെ ഓടിക്കുകയാണെങ്കിലോ. പെഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഡൈംലറും അതുപോലെ റെനോയും കൂടി കമ്പൈൻഡ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു എഞ്ചിനാണിത്. സെൽറ്റോസിൻ്റെ റൈഡ് ക്വാളിറ്റി യാത്ര ചെയ്യാൻ ബെറ്റർ ആണെങ്കിൽ. നമസ്കാരം. ഇന്ത്യയിലെ കാർ സീൻ എടുത്താൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കാർ കമ്പനികളുടെ കാര്യം എടുത്താൽ ഓരോ കമ്പനിക്കും ഒരു വണ്ടി, ആ വണ്ടിയായിരിക്കും ആ കമ്പനിയുടെ പേരിനെ വാനോളം ഉയർത്തിണ്ടാവുക, ഒരുപാട് വിറ്റിട്ടുണ്ടാവുക. ആ വണ്ടി കാരണമായിരിക്കും ചിലപ്പോൾ ആ കമ്പനി അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെ ഒരു വണ്ടിയാണ് റെനോയുടെ ഡസ്റ്റർ. റെനോ ഡസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു സെഗ്മെൻറ്റ് തന്നെ തുറന്നു കൊടുത്തൊരു വണ്ടിയാണ്. ഓക്കെ, കോമ്പാക്ട് SUV എന്നൊരു സെഗ്മെൻറ്റിൽ പ്രീമിയർ റയോ എന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതാരും വാങ്ങിയിട്ടില്ല. ഡസ്റ്റർ വന്നപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് പോപ്പുലറായി. അവിടെ നിന്ന് അങ്ങോട്ട് കുറേ വണ്ടികൾ വന്നു, ഇക്കോ സ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ കുറേ വണ്ടികൾ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഡസ്റ്ററിന് ബാറ്റൺ മറ്റുള്ള കമ്പനികളിലെ മറ്റുള്ള വണ്ടികൾക്ക് കൈമാറിയിട്ട് നിരത്തൊഴിഞ്ഞ് പോകേണ്ടി വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഡസ്റ്റർ വീണ്ടും വന്നേക്കാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. ആ വരവ് ഒരു 1.5 വരവായിരുന്നു. എന്നാൽ ആ വന്ന വണ്ടി ഏതാ ദേ കിടക്കുന്നത്, അതെൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് ഏറ്റവും പുതിയ റെനോ ഡസ്റ്റർ. ഇത് ഡസ്റ്ററിൻ്റെ പെട്രോൾ ടർബോ 1.3 വിത്ത് 6 സ്പീഡ് മാനുവലാണ്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഓടിക്കാമെന്ന് പറയാൻ കാരണം ഈ വണ്ടി നമ്മൾ നടന്ന് കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യം ഈ വണ്ടിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം, ഇതിന് ചുറ്റും നടന്നിട്ട് ഡിസൈൻ എലമെൻറ്റുകൾ പറയാം. എനിക്ക് ഈ വണ്ടിയുടെ വീഡിയോനെ 5-6 കാറ്റഗറി ആയിട്ട് തിരിക്കാനാണ് ഇഷ്ടം. ഒരു വണ്ടിയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഡസ്റ്ററിനെ കുറിച്ച് പറയാണ്. അപ്പോൾ ദേ കിടക്കുന്നു ഏറ്റവും പുതിയ റെനോ ഡസ്റ്റർ, പുതിയ ഡസ്റ്റർ. സോ ഇതാണ് റെനോ ഡസ്റ്ററിൻ്റെ കീ. ലോക്ക് അൺലോക്ക് ബൂട്ട് ഓപ്പണിംഗ് ആണുള്ള ബേസിക് ആയിട്ടുള്ള ബട്ടൺസൊക്കെ കാണാം. ഇതൊരു കീ കാർഡ് പോലുള്ള കീ ആണ്. ഓക്കെ, ഇത് റെനോയുടെ ഒരു പഴയ വണ്ടികൾക്കുള്ള അതേ കീ തന്നെയാണ്. ഈ കീ നമ്മൾ കൈകളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിസാൻ ഗ്രാവൈറ്റ് ഓടിച്ചപ്പോൾ അതിനകത്തും ഇതേ കീയാണ് നമ്മൾ കണ്ടത്. ഈ കീ ഇങ്ങനെ മാറ്റുമ്പോൾ ഡസ്റ്ററിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കാണാം. ഡസ്റ്ററാണത് എന്നുള്ളത് മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റെനോയുടെ ഡസ്റ്റർ. LED ഹെഡ്ലാംപ്സ് DRL ഡസ്റ്റർ എന്നുള്ള ആ ഒരു നാമം ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. ആ കളറൊക്കെ കണ്ടോ, അത് ഈ ഒരു എഡീഷൻ്റെ ആണ്. പിന്നെ വലിയ ഗ്രില്ലാണ്, ഗ്രില്ലിൻ്റെ താഴെ വലിയ ബമ്പറാണ്. ആ ബമ്പറിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, അതിൻ്റെ താഴെ കൊടുത്തുള്ള ആ ഒരു ഓപ്പണിംഗ് പോലുള്ള ഭാഗത്ത് നമുക്ക് ഇൻ്റർകൂളർ പോലുള്ള കാര്യങ്ങൾ കാണാം. ഫോഗ് ലാമ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബോണറ്റിലെ ക്രീസിങ്ങും കട്ടിങ് എല്ലാം കാണാൻ ഭംഗിയുണ്ട്. ഇതൊരു നല്ല ലുക്കറാണ്. എന്ന് വെച്ചാൽ ഒരു റോഡ് പ്രസൻസ് ഉള്ള ഒരു SUV ആണ് ഈ ഡസ്റ്റർ എന്നുള്ളതാണ്. സെൽറ്റോസ്, ക്രെറ്റ, വിറ്റാര അതല്ലെങ്കിൽ അർബൻ ക്രൂയിസർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ നമ്മൾ നിരത്തിൽ കാണുന്നുണ്ട്. അതൊക്കെ കാണാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇത്തിരി മാച്ചോ ലുക്കായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഡസ്റ്ററിനെന്നാണ്. ഇതൊരു പ്രോപ്പർ SUV ആണെന്ന് തോന്നും, പക്ഷേ അല്ല. ഓൾ വീൽ ഡ്രൈവോ 4 വീൽ ഡ്രൈവോ ഇല്ല. ഇവിടെ ഒരു വെൻറ്റ് കണ്ടോ, ഈ വെൻ്റ് എന്ന് പറയുന്നത് എയർ വെൻ്റ് ആട്ടോ, കണ്ടില്ലേ. പിന്നെ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസറുകളുണ്ട്. മാത്രവുമല്ല ഇവിടെ നിങ്ങൾക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ കാണാം. ഓക്കെ, ഒരുപാട് വെൻറ്റുകളുള്ള ഒരു ഫ്രണ്ട് എൻഡാണ് ഈ ഒരു ഡസ്റ്ററിനെന്ന് ലളിതമായിട്ട് പറയാം. റെനോ ഡസ്റ്റർ ഒരു SUV ആണല്ലോ. അപ്പോൾ SUV ആകുമ്പോൾ SUVയുടെ ആയിട്ടുള്ള ചായകൾ വേണം. ആ ചായക്ക് വേണ്ടിയിട്ട് ആ പ്ലാസ്റ്റിക് ലാഡിങ് ചുറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫ് റെയിലുണ്ട്. ഇപ്പോൾ ഡസ്റ്റർ ആണെന്ന് സംശയിക്കേണ്ട, പലയിടത്തും നമുക്ക് ഡസ്റ്റർ എന്ന പേര് കാണാം. ഫോർ എക്സാമ്പിൾ റൂഫ് റെയിലിൽ ഡസ്റ്റർ എന്നിങ്ങനെ എഴുതി വെച്ചിട്ട് കേട്ടോ. ഇതിന് വാക്കവേ ലോക്കും അല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ തുറക്കുന്ന ഒരു സിസ്റ്റം കൂടെ. നമ്മൾ അകന്ന് പോകുമ്പോൾ ഹോൺ അടിക്കുന്നതും അടുത്ത് വരുമ്പോൾ ഹോൺ അടിക്കുന്നതും മൈൻഡ് ചെയ്യണ്ട, കാരണം വണ്ടി തുറക്കുന്നതും അടയ്ക്കുന്നതുമാണ്. പിന്നെ പ്ലാസ്റ്റിക് ലാഡിന് ചുറ്റുമുണ്ട് ഒരു സ്ക്വയർ വീലാർച്ചാണ്, സ്ക്വയറിഷ് വീലാർച്ചാണ്. ആ വീലാർച്ചിൻ്റെ മുകളിൽ ചെറിയൊരു പാർക്കിംഗ് സെൻസർ നിന്ന് കണ്ടുപെട്ടോ. പിന്നെ 18 ഇഞ്ചാണ് വീല്. ആ വീലിൻ്റെ ഡിസൈൻ കണ്ടോ, ആ വീലിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? 225 55 618 ആണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ റോട്ടറും വീലിൻ്റെ തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടോ, ചെറിയ റോട്ടറായിട്ട് തോന്നില്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഐക്കോണിക് എന്ന് പറയുന്ന ഒരു ലോഞ്ച് എഡീഷനാണിത്. ഡസ്റ്റർ ഐക്കോണിക് എന്നുള്ള ഒരു പ്ലേഗ് അല്ലെങ്കിൽ പ്ലേറ്റ് അവിടെ കാണുന്നുണ്ട്. സാധാ ഡസ്റ്ററിന് ഐക്കോണിക് എന്നായിരിക്കില്ല, ഡസ്റ്ററിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് ഒരു റെനോയുടെ ലോഗോ കാണാം. പിന്നെ ഓട്ടോ ഫോൾഡിംഗ് ഉള്ള മിററിൽ ക്യാമറ ഉണ്ട്, ഇൻഡിക്കേറ്ററും കാണാം. ബി പില്ലർ നമുക്ക് കാണാൻ പറ്റുക മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ പിന്നിലെ ഡോർ ഹാൻഡിൽ കണ്ടോ, ഇവിടെയാണ് ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന പോലെയാണ് ആ ഒരു ഡിസൈൻ ചെയ്തത്. അത് കാണാൻ ഭംഗിയുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ വണ്ടിയുടെ റോഡ് പ്രസൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ സെൽറ്റോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാൻ പറ്റില്ല. ഇതിലെ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്ന കാര്യം കുറച്ച് പറയാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ലൈറ്റിൻ്റെ ഉള്ളിൽ കണ്ട റെനോയുടെ ലോഗോ
LED പ്യൂർ വിഷൻ റെനോ എന്നുള്ള ലോഗോ ഉണ്ട്. ഈ 3 ലൈൻസ് വേറെ അടുത്തുകൊണ്ട് കണ്ടു. പിന്നെ ലൈറ്റുകളുടെ ഒരു ഫിനിഷിങ്, ഇവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് പോലെ തോന്നി. ഓക്കെ, പാനൽ ഗ്യാപ്പുകളും അല്ലെങ്കിൽ എല്ലാം കൺസിസ്റ്റൻ്റ് ആണ്, കുറച്ച് കൂടുതലാണെങ്കിലും. ഇതിന് ഒരു സ്കിഡ് പ്ലേറ്റ് പോലുള്ളൊരു ഭാഗമായിട്ടാണ് ആ ബമ്പറിൻ്റെ പീസ് നിൽക്കുന്നത്. പക്ഷേ ആ സ്കിഡ് പ്ലേറ്റ് അല്ല, പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, ഈ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈൻ നോക്കി. ഈ സൈഡ് പ്രൊഫൈലിൽ പഴയ ഡസ്റ്ററുമായിട്ട് ഒരിത്തിരി വലിപ്പ വ്യത്യാസം നമുക്ക് തോന്നും. സ്റ്റിൽ 4 മീറ്ററിന് മുകളിലാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ കാണാൻ ഇതിൻ്റെ മുൻവശമാണ് ഭംഗി. വീൽ ആർച്ചുകളിൽ അല്ലെങ്കിൽ വീലിനകത്ത് നമുക്ക് പാഡിംഗ് എല്ലാം കാണാം. നമ്മൾ ഓടിക്കാനെടുത്ത വണ്ടിയിൽ JK ടയേഴ്സാണ്. JKയുടെ റേഞ്ചർ HP എന്ന് പറഞ്ഞ ടയറാണ് കിടക്കുന്നത്. കേട്ടോ, ഈ ഐക്കോണിക് എന്ന് പറയുന്നത് എല്ലാം ഈ ലോഞ്ച് എഡിഷൻ്റെ ഭാഗമാണ്. ആ ഐക്കോണിക് സ്റ്റിക്കറുകളും ആ ലൈനും അകത്തുണ്ടത്. പിന്നെ ഈ ഡോർ ഹാൻഡ് എടുത്തിട്ട് ചെറുതായി തോന്നുന്നുണ്ട്, പക്ഷേ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ ഓപ്പണിങ്ങിന് മുകളിലാണ് ലൈൻ കൊടുത്തേക്കുന്നത്. പ്രസ് ചെയ്താൽ തുറക്കും എന്ന് കാണിക്കാനാണ്. ഇനി റെനോ ഡസ്റ്ററിൻ്റെ പിൻവശത്തേക്ക് നോക്കിയേ. ഈ ലൈറ്റ് വ്രാപ്പ് അറൗണ്ട് ആയിട്ടുള്ള ലൈറ്റിൻ്റെ കണക്റ്റിംഗ് പാർട്ടിൻ്റെ നടുവിൽ അവർ റെനോയുടെ ലോഗോ വെച്ചേക്കുന്നില്ലേ. ഇനി ചെറിയ 2 ലൈറ്റുകളായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് കൊടുത്തേക്കുന്നത്. ഇവിടെ ആ ഒരു ലൈറ്റിൻ്റെ ഡിസൈനിൽ നമുക്ക് ആ ഒരു കൗതുകം കാണാം. ഇവിടെ ഒരു പ്ലാസ്റ്റിക് പീസ് കൊടുത്തിട്ടുണ്ട്. ആ പീസിലാണ് ലൈസൻസ് പ്ലേറ്റ്. താഴെ കാണുന്ന ബമ്പറിൽ നമുക്ക് ആ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ കാണാൻ പറ്റും. ചെറിയ 2 റിഫ്ലക്ടർ ഉണ്ട്, ചെറിയ ലൈൻസ് ഉണ്ട്. ഈ ലൈൻസും റിഫ്ലക്ടറും ആ പാർക്കിംഗ് സെൻസറുകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതിന് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. എന്താണ് ഈ ടർബോ 160? പിന്നെ വലിയ സ്പോയിലറാണ്. സ്പോയിലറിൻ്റെ മുകളിൽ ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ആ ഒരു ഗ്ലാസ് വാഷ് ചെയ്യുന്ന നോസിലും കാണാം. വൈപ്പർ ഉണ്ട്, ഡീഫോഗർ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്താലോ. റെനോ ഡസ്റ്ററിന് പവർ ടെയിൽ ഗേറ്റാണ്. ഓക്കെ, അതൊരു നല്ല കാര്യമാണ് അല്ലേ. പിന്നെ ഈ ടെയിൽ ഗേറ്റിനൊരു മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. നമ്മളിത് എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ബട്ടൺ ഒന്ന് 3 സെക്കൻഡ് പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് തുറക്കുമ്പോൾ അത്രയും ഉയരത്തിലേ അത് തുറക്കുക, ആ മെമ്മറി സെറ്റ് ആവുന്നുള്ളതാണ്. അതൊരു നല്ല ഫീച്ചറാണ്. പിന്നെ ഇവിടെ ഈ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ജാക്ക് കാണാം. ഒരു ECU എന്ന് പറയുന്ന മൊഡ്യൂൾ കാണുന്നുണ്ട്. മിക്കവാറും അത് ബൂട്ട് ഓപ്പണിംഗ് മെമ്മറി മൊഡ്യൂളായിരിക്കും എന്തായാലും. അകത്ത് കാണുന്ന വെൻറ്റുകൾ AC വെൻറ്റുകളല്ല, അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻ്റാണ്. പിന്നെ ഈ ഒരു ലൂപ്പാണ് പിടിക്കാനായിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് കാണാം. പിന്നെ ഇവിടെയും ഒരു ചെറിയ ഒരു ഫ്യൂവൽ ഓപ്പൺ ഓവർറൈഡിന് വേണ്ടിയിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് കണ്ടാൽ മതി. ഓക്കെ, ഒരു എക്സ്ട്രാ ഒരു കാര്യമായിട്ട്. പിന്നെ സീറ്റ് മറച്ചിട്ടാൽ 2ആയിട്ട് മറച്ചിടുമ്പോൾ 60-40 മറച്ചിടുമ്പോൾ ഇഷ്ടംപോലെ ഒരു സ്പേസും കിട്ടും. ഇത് കണ്ടോ, സാധാ ഹുക്കുകളെ കൂടാതെ ഇതുപോലെ ചില മൗണ്ടുകൾ ഞാൻ പലയിടത്തും കണ്ടു. അത് ആക്ച്വലി ആക്സസറീസ് മൗണ്ട്സ് ആണ് റെനോയുടെ. ഇവർക്ക് കുറേ ആക്സസറീസ് ഉണ്ട്, ഇപ്പോൾ മൊബൈൽ ഹോൾഡർ പോലെ പലതും. ആ ഒരു ആക്സസറീസ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള മൗണ്ടുകളാണ്. ഇത് പലയിടത്തും കാണാം. പിന്നെ ഈ റൂഫിൻ്റെ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, ഇത് വ്രാപ്പാണേ. നമുക്കിവിടെ അതിൻ്റെ ബാക്കി സ്റ്റിക്കർ കാണാം. ഈ റെനോ ഡസ്റ്ററിൻ്റെ ബോഡിയും സ്പോയിലർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കണ്ടോ, അത്യാവശ്യം വലിയ സ്പോയിലറാണെന്നുള്ള പറയുന്നത്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റന കാണാം. വലിയ പനോരമിക് സൺറൂഫുള്ള മോഡലാണിത്. ഈ റെനോ ഡസ്റ്ററിന് ഒരു ഹൈബ്രിഡ് മോഡൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് ലോഞ്ചിന് പറഞ്ഞത്. പക്ഷേ അത് വരാൻ സമയമെടുക്കും. തൽക്കാലം നമുക്ക് കിട്ടിയ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് 1.3 ലിറ്റർ ടർബോ പെട്രോളാണ്. ഈ ടർബോ പെട്രോൾ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകളാണ്. ഈ സെഗ്മെൻറ്റിൽ നമുക്ക് തോന്നുന്നു അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ് ഈ വണ്ടി എന്ന് പറയാം. ഓക്കെ, ഹുണ്ടയുടെ 1.5, കിയയുടെ 1.5 കിടപിടിക്കുന്ന 1.3 ആണെന്ന് ഓടിക്കുമ്പോഴേ പറയുള്ളൂ. എന്തായാലും ഇതിന് 160 PS പവറും 280 ന്യൂട്രൺ മീറ്ററും ടോർക്കും ഉണ്ട്. ഇതിൻ്റെ കൂടെ 7 സ്പീഡ് DC ഉണ്ട്. പക്ഷേ ഇത് ഒരു 6 സ്പീഡ് മാനുവലാണ്. ഇതിൻ്റെ ഒരു എൻജിൻ റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ എസ്തെറ്റിക്കലി ഒരു കവർ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിന് കോൾഡ് എയർ ഇൻടേക്ക് ആണെന്നുള്ളൊരു പ്രത്യേകതയാണ്. പിന്നെ ടർബോയും നമുക്കിവിടെ കാണാൻ പറ്റും. പുതിയ ട്രെൻഡായിട്ട് ഹൈഡ്രോളിക് സ്റ്റഡുകൾ കാണാൻ ഞാൻ സെൽറ്റോസിലും കണ്ടു. പിന്നെ ആ ബോണറ്റിന് ഇൻസുലേഷനുണ്ട്. ഈ ബോണറ്റിൽ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വെൽ ഇൻസുലേറ്റഡ് ആണെന്നുള്ളതാണ്. പിന്നെ ഇവിടെയാണ് വൈപ്പറിൻ്റെ ആ ഒരു വാട്ടറിൻ്റെ ക്യാപ്പുള്ളത്, നമ്മൾ ഫില്ല് ചെയ്യണ ക്യാപ്പുള്ളത്. റെനോയുടെ ഇന്ത്യയിലെ ആദ്യ അഡാസ് ലെവൽ 2 ഉള്ള വണ്ടി കൂടെയാണ് ഡസ്റ്റർ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമറ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഓട്ടോ ഹെഡ് ലാംപ്സും ഓട്ടോ വൈപ്പേഴ്സും പോലുള്ള ഫീച്ചേഴ്സും ഈ വണ്ടിക്കുണ്ട്. ഈ റെനോ വണ്ടികളുടെയും നിസ വണ്ടികളിലൊക്കെ കീ ഒരു പ്ലാസ്റ്റിക് ഒരു കാർഡ് പോലെ തോന്നും. പക്ഷേ അതിനകത്ത് നമുക്കൊരു ഒളിച്ചിരിക്കുന്ന സ്കെൽട്ടൻ കീ കാണാം കേട്ടോ. അത് ഊരിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ ഈ സ്കെൽട്ടൻ കീ എവിടെ ഇടും എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഈ കവർ ഊരിയിട്ട് വേണം. എന്തായാലും ഈ കവറിൻ്റെ അടിയിൽ നമുക്ക് അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡോറ് നമുക്ക് തുറക്കാം. ഈ ഡോർ തുറന്നു കഴിയുമ്പോൾ റെനോ ഡസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെന്ന് ഞാൻ പറയും. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നല്ലേ, ആദ്യ ഡസ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കിട്ടിയത് ഇൻറ്റീരിയറിനാണ്. ഒരു ബേസിക് ഇൻറ്റീരിയർ ആയിരുന്നു ഡസ്റ്ററിനെന്ന് പറഞ്ഞിരുന്നു. പുതിയ ഡസ്റ്റർ വന്നപ്പോൾ ആ പരാതി റെനോ അങ്ങ് തീർത്തു. ഇതിനകത്ത് ആവശ്യത്തിനധികം ആഡംബരമുണ്ട്. ആ പച്ച സ്റ്റിച്ചും പച്ച ലൈനുകളൊക്കെ തന്നെയും ഈ ഒരു ലോഞ്ച് എഡിഷൻ്റെ ഭാഗമാണ്. പിന്നെ ഈ വണ്ടിയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ കണ്ടു, അത് ഒരു സ്വിച്ചാണ്. ഇതെന്താ ഒരു സ്വിച്ചിന് പ്രത്യേകത എന്നല്ലേ, ഇത് അഡാസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് അതിന് വേണ്ടി സ്ക്രീനിനകത്ത് കയറി നിരങ്ങേണ്ട കാര്യമില്ല, അതൊരു വലിയ ഗുണമാണ്. പിന്നെ അതെ ഇത് കണ്ടോ, ഈ മീഡിയ സ്ക്രീനിൻ്റെ ഈ ഒരു എക്സ്ട്രാ കൺട്രോളർ, പിന്നിൽ വോളിയം കൺട്രോളറൊക്കെ വെച്ചിട്ട് എല്ലാ സാധനങ്ങളും സ്ക്രീനിനകത്ത് കുത്തി നിറയ്ക്കുന്ന കമ്പനികൾ റെനോയെ കണ്ടുപഠിക്കണം. എല്ലാത്തിനും സ്വിച്ചുകളൊക്കെ കൊടുത്ത് തീർത്തും യൂസബിളായിട്ട് ഉപയോഗപ്രദമായിട്ടൊരു വണ്ടിയാക്കിയിട്ട് ഡസ്റ്ററിനെ അവർ മാറ്റിയിട്ടുണ്ട്. ദേ ആ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ ഡിസൈൻ എലമെൻറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പ്ലാസ്റ്റിക്, ഹാർഡ് പ്ലാസ്റ്റിക്, സോഫ്റ്റ് പ്ലാസ്റ്റിക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. സ്റ്റിച്ചൊക്കെ കാണാം. പക്ഷേ ഇതിനെല്ലാം കൂടെ ഒരു ആനച്ചന്തമുണ്ട്, ഒരു ഭംഗിയുണ്ട്. ഈ സ്റ്റിയറിങ്ങിനെ നോക്കിയേ, ഈ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു താഴെയും മുകളിലും പ്ലാസ്റ്റിക് പീസുകളുടെ ഒരു ഇൻസേർട്ടും എല്ലാം കൂടി വെച്ചിട്ട് ആ സ്റ്റിച്ചൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡസ്റ്ററിൻ്റെ ഏറ്റവും ആളുകൾ ആകർഷിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഡാഷ്ബോർഡാണ്, സ്റ്റിയറിംഗ് ആണ്, അകത്തളമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഗ്ലോ ബോക്സ് കണ്ടോ, ഈ ഗ്ലോ ബോക്സ് യൂസബിൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസബിൾ അല്ല എന്ന് പറയാം. നമ്മൾ ക്യാപ്ചറിലും കണ്ടിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇവിടെ എക്സ്ട്രാ ലോക്കായ പോലെ കാണാം. അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടും റൈറ്റ് ഹാൻഡ് ഡ്രൈവായിട്ടും കോൺഫിഗർ ചെയ്ത് വരുമ്പോൾ അവിടെ വരുന്നൊരു പരിമിതിയാണ്. ഇതിൻ്റെ ഒരു ആക്ഷനും അത്ര സ്മൂത്തായിട്ട് തോന്നിയില്ല. ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ലൂപ്പാണത്, ഇത് പൊട്ടില്ലായിരിക്കും. ഇവിടെ നമുക്ക് പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. റെനോ ഡസ്റ്ററിലെ ഫ്രണ്ട് സീറ്റും, അതായത് ഫ്രണ്ടിലെ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതാണ്. ഇവിടെ ആ വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ ഈ പാറ്റേൺ കാണാം, നേരത്തെ പറഞ്ഞ ലൈനുകളുടെ കാര്യം, ഇത് ഈ കൺസോളിൻ്റെ വശങ്ങളിലും കാണുന്നുണ്ട്. ഒരു ചെറിയ ഡിസൈൻ എലമെൻറ്റുകൾ നമുക്ക് എവിടെ നോക്കിയാലും കാണാനുള്ളതാണ്, ഓരോരോ ചെറിയ ഡിസൈൻ എലമെൻറ്റുകൾ. പിന്നെ ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ഹോൾഡറുകളുടെ ചെറുപ്പാണ്. ഈ ബോട്ടിൽ ഹോൾഡറിൽ ഒരു 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാൻ പറ്റും. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ ആ ഒരു സ്പീക്കർ കാണാം, ഇത് ആ ഒരു ചെറിയ ഇൻസേർട്ടാണ്. ഇവിടെയും ഉണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ. ഇതൊക്കെ ലോഞ്ച് എഡീഷൻ്റെ കാര്യമാണ്. പിന്നെ ഹെഡ് ലാമ്പിൽ കണ്ട 3 ലൈൻസ് നമുക്കിവിടെ ടെയിൽ ലാമ്പിലും കാണാമെന്നുള്ളതാണ്. ഫ്രണ്ട് ഡ്രൈവർ ഡോർ പാഡിൽ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ സ്വിച്ചുകളൊക്കെ, ഇതിന് എല്ലാ ഡോറിലും എല്ലാ വിൻഡോയ്ക്കും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഇത് ക്ലാസിക്കായിട്ട് തോന്നി, രസമുണ്ട് കാണാനായിട്ട്. ഇവിടുത്തെ ഇൻസേർട്ടും അത്യാവശ്യം കൊള്ളാം. ഇവിടെ ആ ഒരു ചെറിയ കാർബൺ ഫൈബറിൻ്റെ ഫേക്ക് ഇൻസേർട്ടും കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് ഇത് മാനുവലാണല്ലോ. എൻ്റെ ഷൂസ് ആ ക്ലച്ച് പെഡലുമായിട്ട് തർക്കത്തിലാണ്. ഞാൻ ആ ക്ലച്ച് ചവിട്ടുമ്പോൾ എൻ്റെ കാല് അവിടെ തട്ടുന്നുണ്ട് ആ ഒരു ചെറിയ ഡെഡ് പെഡലിൽ. പക്ഷേ ലൈറ്റ് ക്ലച്ചാണ്, ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇവിടെയും ഒരു പാറ്റേൺസ് കാണാം. റെനോ ഡസ്റ്ററിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻ കൊള്ളാട്ടോ. അതായത് ഇരിക്കാൻ നമുക്ക് പറ്റുന്ന ബോൾസ്റ്ററിംഗ് ഉള്ള, നന്നായിരിക്കാൻ പറ്റുന്ന ബോൾസ്റ്ററിംഗ് ഉള്ള ലംബർ സപ്പോർട്ടുള്ള സീറ്റാണ്. ഇതിൻ്റെ തൈ സപ്പോർട്ടും കുഴപ്പമില്ല. ആംറസ്റ്റ് ഉണ്ട്. ഈ ഹെഡ് റെസ്റ്റ് എടുത്ത് മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ടേ തല വെച്ച് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ സീറ്റ് ബെൽറ്റിന് ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അത് ചില കാര്യങ്ങൾ നമ്മൾ കുറവായിട്ട് തന്നെ കാണേണ്ടി വരും. ഈ ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ബട്ടൺ, അല്ലെങ്കിൽ ആ ഒരു സർക്കുലർ ഡയൽ, അത് കൊള്ളാം. ഇവിടെ സ്റ്റിച്ചിങ് എല്ലാ ഭാഗത്തും ഉണ്ട്, ആംറസ്റ്റും ഉണ്ട്. കൺസോളിലേ നമുക്ക് കാണാൻ പറ്റുക ഒരു മാനുവൽ പാർക്ക് ബ്രേക്കാണ്, അതായത് സാധാ പാർക്ക് ബ്രേക്കാണ്. ഈ ഡസ്റ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നെന്ന് പറയുന്നത് ഈ ഗിയർ ലിവറാണ്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ക്രെറ്റ N-ലൈനിൻ്റെ മാനുവൽ ഗിയർ ലിവറിനെ ഓർമ്മിച്ചു. അത് റെഡ് ഇൻസെർട്ട് ഉണ്ട്, റെഡ് ഇൻസെർട്ട് ഇല്ല. ഇത് ഒരു 6 സ്പീഡ് മാനുവലാണ്. നമുക്ക് കോളർ പിടിച്ച് വേണം റിവേഴ്സ് ഇടാനായിട്ട്. എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇവിടെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള വയർലെസ് ചാർജിങ് പാഡാണ്. ഇത് 12 വോൾട്ട് സോക്കറ്റാണ്. ഇവിടെ നമുക്ക് ആ ഒരു C പോർട്ടുകളും കാണാം. AC കൺട്രോൾസ് ഉണ്ട്. AC കൺട്രോൾസ് എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ഈ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും ഈ ലോക്ക് ബട്ടണും ക്ലീൻ ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നത്. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. ഓക്കെ, AC വെൻറ്റുകളുടെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ. 10.1 ഇഞ്ച് മീഡിയ സ്ക്രീൻ, 10.2 ഇഞ്ച് ക്ലസ്റ്റർ, ഇത് രണ്ടും കൂടെ ഘടിപ്പിച്ചേക്കുന്നത് ഒറ്റ പീസായിട്ടാണ്. ഡ്രൈവറുടെ ഭാഗത്തേക്ക് കോക്പിറ്റ് പോലെ എന്നാണ് റെനോ പറയുന്നത്. ഓക്കെ, ഇതിൽ മ്യൂസിക് അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ആപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. പ്ലേ സ്റ്റോറൊക്കെ ഉണ്ട്. ഇത് ആൻഡ്രോയിഡ് ബേസ്ഡാണ്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ, വെഹിക്കിൾ നമുക്ക് കാണാൻ പറ്റുക. 360 ക്യാമറ എങ്ങനെയുണ്ട്? ഒരു ഓർഡിനറി ക്വാളിറ്റി ക്യാമറ എന്ന് പറയുള്ളൂ, മാരക ക്വാളിറ്റി ഒന്നുമല്ല. അപ്പോൾ ഹുണ്ടായി കിയ വണ്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് എയർ ക്വാളിറ്റി, മൈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഓടിച്ചതും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഡ്രൈവിംഗ് അസിസ്റ്റൻസിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുക?
ഓൾ ഓൺ പേഴ്സോ എന്നുള്ളതാണ്. പേഴ്സോ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. ട്രാക്ഷൻ കൺട്രോൾ, ആക്റ്റീവ് ബ്രേക്കിംഗ്, വാണിംഗ്, ആൻറ്റിസിപ്പേഷൻ, കോൺഫിഗർ മൈ സേഫ്റ്റി. പേഴ്സോ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ലൈൻ ഡിപ്പാച്ചർ പ്രിവെൻഷൻ, ഡാഷ് ലൈൻ ഇൻ്റർവെൻഷൻ, ഡിപ്പാച്ചർ ആൻറ്റിസിപ്പേഷൻ, വൈബ്രേഷൻ, ബ്ലൈൻഡ് സ്പോട്ട് വാണിംഗ്, ഡ്രൈവർ മോണിറ്ററിംഗ് അലർട്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു അഡാസ് ലെവൽ 2 ഉള്ള വണ്ടികളിൽ കാണാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡസ്റ്ററിൽ കാണാം. ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആൾ ഓൺ അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറഞ്ഞ ഒറ്റ സ്വിച്ചിൽ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാനത് ഓൾ ഓണാക്കി വെച്ചേക്കാണ്. കംഫർട്ട്, പാർക്കിങ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഡൈനാമിക് ചേസിസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഈ ഒരു കോമ്പസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്യാമറയുടെ ഓപ്ഷൻ കാണാം. എ സിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നമുക്ക് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൽ സൗണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി വണ്ടിയാണിത്. മീഡിയ വോളിയം വെക്കട്ടെ ഞാൻ. ഫുൾ സൗണ്ടിലും ചിലമ്പിക്കുന്നൊന്നുമില്ല, നല്ല കാര്യം. നമുക്ക് ഈക്കോ, കംഫർട്ട്, പേഴ്സോ എന്നുള്ള 3 ഓപ്ഷൻസാണ് ഉള്ളത്. അത് ഡ്രൈവ് മോഡുകളാണ്. കോൺഫിഗർ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ എൻജിൻ ഈക്കോ, സ്റ്റിയറിങ്ങിന് ഹൈ ലോ സെറ്റിങ്സുകളുണ്ട്. പിന്നെ ഇവിടെ എൻജിന് ഈക്കോ, നോർമൽ സെറ്റിങ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും ഈ ഒരു മോഡെന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ നേരെ പോയിട്ട് ആ മൾട്ടി സെൻസ് കംഫർട്ട് എടുത്താൽ മതി. കോൺഫിഗർ ചെയ്യുമ്പോൾ ലൈഫ് ഓൺ ബോർഡ്, ഇൻറ്റൻസിറ്റി, ലൈഫ് ഇൻസിൻ്റെ ആംബിയൻ ലൈറ്റിങ്, ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ഞാൻ പറയുന്നത് കംഫർട്ട്, ഈക്കോ അല്ലെങ്കിൽ പേഴ്സോ, മൾട്ടിസെൻസ് മോഡുകൾ കാണുന്നുണ്ട്. സംഭവം എ സിയുടെ സകല കാര്യങ്ങളും സ്ക്രീനിലുണ്ട്. അത് ഫിക്സായിട്ട് ആ ഒരു താഴത്ത് വെച്ചേക്കാം. നമുക്ക് എപ്പോഴും കാണാം, ഏത് മെനു എടുത്താലും എ സി കാണാം. അപ്പോൾ എ സിക്ക് ഒരു എക്സ്ട്രാ പാനൽ ഇല്ലാനുള്ള പരാതി അവിടെ തീരാണ്. സംഭവം ബട്ടൺസ് എല്ലാം ഉണ്ട്, സംഗതി എപ്പോഴും കാണും ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഈ മീഡിയ സ്ക്രീൻ അത്യാവശ്യം റെസ്പോൺസീവ് ആണ്, അത്യാവശ്യം ഇൻറ്റ്യൂറ്റീവ് ആണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈസിലി ആക്സസിബിൾ ആണെന്നുള്ളതും ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. 10.2 ക്ലസ്റ്റർ. ഇവിടെ നമുക്ക് പല കാര്യങ്ങളും കാണിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ ഒരു മാപ്പ് ഫുൾ സ്ക്രീൻ കാണിക്കാനുള്ളതാണ്. പക്ഷേ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു ടാക്കോമീറ്റർ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരിത്തിരി ആവശ്യമായിട്ട് തോന്നിയിട്ട് പലപ്പോഴും. പിന്നെ ഇതിനകത്തൂടെ കൈ ഒഴിച്ചാൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഡിസ്റ്റൻസ് ടു എംറ്റി, അല്ലെങ്കിൽ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, ഒരു വണ്ടിയിൽ കാണേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതിൻ്റെ? ഈ ഒരു സ്ക്രീനാണോ, അതോ ഈ ഒരു സ്ക്രീനാണോ, അതോ ഈ ഒരു സ്ക്രീനാണോ? ഈ സ്റ്റിയറിങ്ങിന് ടിൽറ്റും റീച്ചുമുണ്ട്. ഇതാണ് സ്വിച്ചുകൾ എന്ന് പറയുന്നത്. കണ്ടോ? ഈ സ്വിച്ചുകളുടെ ഒരു ക്വാളിറ്റിയൊക്കെ കൊള്ളാം. ഈ സ്വിച്ചുകളുടെ ക്വാളിറ്റിയൊക്കെ കൊള്ളാം. ഇത് നോക്കിയാൽ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഈ ഒരു മിറർ, ഓട്ടോ ഡെമ്മിങ്ങുള്ള മിറർ കാണാൻ ഭംഗിയുണ്ട്. ഇവിടുത്തെ ഈ പാനലും കൊള്ളാം. ഇവിടെ ഈ ഒരു സൺവൈസറിൽ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ലൈറ്റോട് കൂടിയ മിററാണ്. അത് രസമുണ്ട് കാണാനായിട്ട്. അതിവിടെ നമുക്ക് ഡ്രൈവർ സൈഡിലും കാണാം. അതായത് ഇവിടെ പിശുക്കിയിട്ടൊന്നുമില്ല. ഇവിടെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എ സി പാനലൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇവിടെ 2 തട്ടായി കൊടുത്ത സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൈകളിലൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അത് ഇവരുടെ ഒരു സിഗ്നേച്ചറാണ്. ഓക്കെ, ഈ ബൂട്ടൊക്കെ കൊള്ളാം, ഈ ഒരു ഇൻസെർട്ടൊക്കെ കൊള്ളാം, നല്ലതാണ്. ഈ റെനോ ഡസ്റ്റർ എർഗണോമിക്കലി പെർഫെക്റ്റ് ആണ് ഇരിക്കാനായിട്ട്. ഇപ്പോൾ തല വയ്ക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റിലാണ്. തൈ സപ്പോർട്ട് ഞാൻ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ശരിയായി. ആകെ പ്രശ്നം ക്ലച്ച് ഓട്ടുമ്പോഴുള്ള ആ ഒരു ഇൻ്റർഫിയറൻസ് ആണ് വിത്ത് ആ ഒരു ഡെഡ് പെഡൽ. ഓക്കെ, പിന്നെ ഈ സ്റ്റിയറിങ് നൈസ് ടു ഹോൾഡ് കേട്ടോ, അത് പറയണം. പിടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. അതായത് ആ സ്റ്റിച്ചൊക്കെ നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റിയറിങ്ങിൽ കാണുന്ന പോലെ കയ്യിൽ തൊടുമ്പോഴും അല്ലെങ്കിൽ കൈ തൊടുമ്പോഴും വലിയ അലോസരങ്ങളില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഡസ്റ്റർ മറ്റേ ഡസ്റ്ററുമായിട്ട്, പഴയ ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി എന്ന് പറയുന്നത് അജഗജാന്തരമാണ്. ആനയ്ക്കും ആടിനും നമ്മളെ വ്യത്യാസം. പിന്നിൽ എ സി വെൻ്റ് ഉണ്ട്, സി പോർട്ടുകളുണ്ട്. ഈ സീറ്റിനൊരു സ്കൂപ്പിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കാൻ എങ്ങനെ നല്ല ഹെഡ് റൂം ഉണ്ട്. ഈ സീറ്റ് ഞാൻ ഏറ്റവും പിന്നിലേക്ക് ഇട്ടേക്കാണ്. എനിക്കിവിടെ ലെഗ് റൂം കാണാണ്ട്. തൈ സപ്പോർട്ടിന് ഇത്തിരി കുറവുണ്ട്. ഓക്കെ, പക്ഷേ മിഡിൽ ഹമ്പ് അത്ര വലിയ അലോസരം ഉണ്ടാക്കുന്നില്ല, ചെറിയ ഹമ്പാണ്. ഇവിടെയും ഞാൻ ആ ചെറിയ ആക്സറി കണ്ടു, താഴത്ത് ചെറിയ മൗണ്ട് വയ്ക്കാനുള്ളത്. അപ്പോൾ ആ ആക്സറീസ് ഒരുപാടുണ്ട്. പിന്നെ ഈ ലൈറ്റൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരു പ്രീമിയമാണ്. ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയുന്ന ആ ഒരു മൗണ്ട്. ഓക്കെ, ഇതാണ് ആ മിഡിൽ ഹമ്പ്. പിന്നിലെ ഡോർ പാഡിൽ സൺഷെയ്ഡ് ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് പവർ വിൻഡോ ബട്ടണും ഒരു ചെറിയ ഒരു ഹാൻഡിലും കാണാം. ഇതാണ് ബോട്ടിൽ ഹോൾഡർ. വലിയൊരു ബോട്ടിലിന് പകരം ചെറിയ 2 ബോട്ടിൽ വയ്ക്കുന്നത് നല്ലത്. ഇവിടെ സ്പീക്കറുണ്ട്. ഇതൊക്കെ ഈ ഒരു 2 തമ്മിലുള്ള കണക്ഷൻ. റെനോ ഡസ്റ്റർ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലാണിത്. ഇത് ഓടിക്കാട്ടോ. ഇതിൻ്റെ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ഞാൻ സെക്ഷനായിട്ട് തിരിക്കാം. കാരണം പാട്ടായിട്ട് പറയാം. ആദ്യം നമുക്ക് എൻജിനിലേക്ക് പോകാം. ഈ എൻജിൻ എന്ന് പറയുന്നത് 1.3 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, ഈ എഞ്ചിൻ എന്ന് പറയുന്നത് സെൽറ്റോസിൻ്റെ 1.5 ക്രെറ്റയുടെ 1.5 ആയിട്ട് കമ്പയർ ചെയ്താൽ ഒരു ചെറിയ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ ഈ എഞ്ചിന് അത്യാവശ്യത്തിന് ഒരു പഞ്ചുണ്ട്.
2000 RPM ടർബോ ശരിക്കും സ്പൂളാവുന്നത്. ആ സ്പൂളാവുന്നത് ആ ഒരു RPM ആണെങ്കിൽ കൂടിയും ഇതിന് പവറിന് വലിയ ഒരു ലാഗ് എനിക്ക് ഇനീഷ്യലി ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിൻ്റെ മിഡ് റേഞ്ചാണ് പൊളി എന്നുള്ളതാണ്. പിന്നെ 6000 RPM വരെ ഈസിലി റെഡ് ലൈൻ എഞ്ചിൻ്റെ ഒരു ടർബോ ചാർജർ എഞ്ചിന് അതൊരു ഡീസൻ്റ്ലി ഡ്രൈവിങ് ഒരു നേച്ചറാണ്. അപ്പോൾ ഈ ഒരു 6000 RPM റെഡ് ലൈൻ ചെയ്യാൻ കഴിവുള്ള ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുള്ളാണെന്ന് പറയാനുള്ളത്. ഇപ്പോൾ പേപ്പറിൽ 160 PS 280 Nm എന്ന് പറയില്ലേ, ആ 280 Nm എന്ന് പറയുന്നത് ഈ വണ്ടീനെ വലിച്ചു കയറ്റി പാഞ്ഞ് കയറ്റി കൊണ്ടുപോകാൻ പര്യാപ്തമാണ്. അതായത് ആ ഒരു 2000 RPM കഴിഞ്ഞാൽ വണ്ടി പിന്നെ വണ്ടിയുടെ തനിക്കോണം കാണിക്കും, മിഡ് റേഞ്ച് കയറും, പിന്നെ പാഞ്ഞ് കയറി അങ്ങ് പോവും. അതൊരു നല്ല രസമുണ്ട്. അപ്പോൾ ഫൺ ടു ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ രസമുള്ള ഒരു വണ്ടി എന്ന് ഈ ഒരു ഡസ്റ്ററിനെ പറയാം. അതിന് ആദ്യ കാരണം എന്ന് പറയുന്നത് എഞ്ചിനാണ്. ഓക്കെ, രണ്ടാമത് ട്രാൻസ്മിഷനാണ്. ഓക്കെ, ഇതൊരു 6 സ്പീഡ് മാനുവലാണല്ലോ. ഇതിന് ഒരു 7 സ്പീഡ് DCT ഉണ്ടല്ലോ. DCTക്ക് പിന്നിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഇതിന് പിന്നിൽ ഡ്രം ബ്രേക്കാണ്. ഓക്കെ, ബ്രേക്കിലേക്ക് വരാം. എന്തായാലും റെനോയുടെ ഇന്നേ വരെ ഞാൻ ഓടിച്ച വണ്ടികളിൽ ഏറ്റവും നല്ല ഒരു മാനുവൽ ഷിഫ്റ്റർ എന്ന് പറയുന്നത് ഡസ്റ്ററിലാണ്. അതിൻ്റെ ക്ലിക്ക് ഫീല്, അതായത് ആ ഒരു നോച്ചിനെസ് ഇല്ലായ്മ, അതിൻ്റെ കൃത്യത എല്ലാം കൊള്ളാം. ഷോർട്ട് ത്രോ ആണ്, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ 5 to 6, 6 to 4 എന്ന് പറയുന്ന ആ ഒരു ഷിഫ്റ്റിൽ മാത്രം ഇത്തിരി ഒരു ഹെസിറ്റേഷൻ തോന്നുന്നുണ്ട്. എന്നാലും നന്നായി ഷിഫ്റ്റ് ആവുന്ന, നല്ല രസമായിട്ട് ഷിഫ്റ്റ് ആവുന്ന, നല്ല ഷിഫ്റ്ററുള്ള ഒരു വണ്ടി കൂടെയാണ് ഈ ഒരു ഡസ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്ററും കൊള്ളാം. അപ്പോൾ എഞ്ചിൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് 2000 RPM താഴെയാണെന്ന് പറയാം. ഷിഫ്റ്ററിൻ്റെ ഒരു ഗുഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൃത്യതയും ആ ഒരു ചെറിയ നോച്ചിനെസ് ഇല്ലായ്മയും ഒക്കെ നല്ലതാണ്. റെനോയുടെ ഒരു കാര്യത്തിൽ നല്ല കാര്യമായിട്ട് തന്നെ പറയാൻ പറ്റുക. കാരണം ഇങ്ങനെയുള്ളൊരു ഷിഫ്റ്ററാണ് നമുക്ക് ഒരു മാനുവലിൽ വേണ്ടത്. അതിൻ്റെ കൂടെ പറയാനുള്ളത് ക്ലച്ചാണ്. ക്ലച്ച് എന്ന് പറയുന്നത് തീർത്തും ലൈറ്റാണ്. ലൈറ്റ് എന്ന് മാത്രമല്ല, പെഡലിൻ്റെ ഒരു ട്രാവൽ എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന തരത്തിലാണ്. ഒട്ടും സ്ട്രെസ്സില്ല, ഒട്ടും ഖനമില്ല. നമുക്ക് ഈസി ആയിട്ട് ചവിട്ടാനും അല്ലെങ്കിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. കാലിന് വേദന വരിക അങ്ങനെയുള്ള അവസരങ്ങളൊന്നും തന്നെ വരില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ ഡെഡ് പെഡൽ എൻ്റെ ഷൂവിൻ്റെ മുകളിൽ തട്ടുണ്ട്. അതായത് ഒരിത്തിരി ഇൻറർഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇടപെടലുണ്ട് ആ ഒരു ഡെഡ് പെഡലിൻ്റെ. പിന്നെ ഈ ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് തുമ്പത്താണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് വണ്ടി സ്റ്റാളാവും നമ്മൾ നോക്കി എടുത്തില്ലെങ്കിൽ. അതൊരു പ്രശ്നമായിട്ട് തോന്നി. DCTക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല, കാരണം DCTക്ക് ക്ലച്ച് പെടലില്ല. അപ്പോൾ കാല് വയ്ക്കാൻ ഇഷ്ടം പോലെ സ്ഥലവും ഉണ്ടാവും. ഓക്കെ, ഇത് തന്നെ വണ്ടികളുടെയൊക്കെ ഒരു സ്വഭാവമാട്ടോ. അതായത് ആ ഒരു ഇടതുവശത്ത് ഒരിത്തിരി സ്പേസ് കുറവെന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: എൻജിൻ, ഗിയർ ബോക്സ്, ക്ലച്ച്. ഇനി പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയെക്കുറിച്ച് സംസാരിച്ച് കേട്ട കാര്യമാണ്, അതായത് റൈഡ് ക്വാളിറ്റി ആൻഡ് ഹാൻഡ്ലിങ്. ഓക്കെ, കോൺട്രറി ടു പോപ്പുലർ ഒപ്പീനിയൻ, ഈ വണ്ടിയുടെ സസ്പെൻഷൻ കൊള്ളാം. ഓക്കെ, അതിലൊരു സംശയം വേണ്ട, തർക്കം വേണ്ട. പക്ഷേ ഓൾ വീൽ ഡ്രൈവിന് വന്ന ഓൾ വീലിൽ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനുള്ള പഴയ ഡസ്റ്ററിൻ്റെ അത്ര ആ ഒരു മാജിക് കാർപ്പറ്റ് എന്ന് വിളിക്കുന്ന റൈഡ് ക്വാളിറ്റി ഈ വണ്ടിക്ക് ഉണ്ടോ ചോദിച്ചാൽ അത്രയ്ക്കില്ല എന്നാണ് പറയാൻ പറ്റുക. അതിന് കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഹൈവേയിലാണ്. ഓക്കെ, ആ റംബിൾ സ്ട്രിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഒരു ഹമ്പുകൾ, ചെറിയ ചെറിയ കുഴികൾ, ഇതൊക്കെ നമുക്ക് ക്യാബിനകത്തേക്ക് ഫെൽറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പഴയ ഡസ്റ്ററിൽ അതെല്ലാം ഡിസ്മിസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അതായത് അങ്ങനെ ഒരു പ്രശ്നം ആ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു കമ്പാസിന് വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, കലോടെ കണ്ടില്ലേ റെഡ് ലൈൻ ടച്ച് ചെയ്ത്. അപ്പോൾ നല്ല സസ്പെൻഷനുള്ള വണ്ടിയാണ്. ഇപ്പോൾ സസ്പെൻഷനിൽ ഒരിത്തിരി ട്രേഡ് ഓഫ് ആയിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നിൽ ട്വിസ്റ്റ് ബീം ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇൻഡിപെൻഡൻ്റ് അല്ല, ട്വിസ്റ്റ് ബീമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ, പക്ഷേ അവിടെ ഒരു ഗുണം കിട്ടിയത് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിലാണ്. ഞാനിപ്പോൾ ലൈനൊന്നും ചേഞ്ച് ചെയ്യാണ്, കേട്ടോ. ആ സ്പീഡ് നോക്കിയേ, നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. കയ്യിൽ നിൽക്കുന്നത് മാത്രമല്ല, വൃത്തിയായിട്ട് ലൈൻ ചേഞ്ച് ചെയ്യാനും വൃത്തിയായിട്ട് നമുക്ക് ഓടിക്കാനും പറ്റുന്നുണ്ട്. അതായത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും ഹൈ സ്പീഡ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു SUV കൈൻഡ് ഓഫ് വണ്ടി എന്ന നിലയ്ക്ക് ഇതിന് ക്ലാസ് അപ്പാർട്ടാണെന്ന് പറയാം. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, ഇതിന് അഡാസ് ഉണ്ട്, ലൈൻ കീപ്പ് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെയുണ്ട്. നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഒറ്റ ബട്ടണിൽ നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും. ഓഫായി. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടണിൽ അത് ഓഫ് ചെയ്യുക എന്നുള്ളത് വലിയ ഗുണം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, റൈഡ് കൊള്ളാം, ഹാൻഡ്ലിങ് കൊള്ളാം. പിന്നെ ബ്രേക്സിൻ്റെ കാര്യമാണ്. ബ്രേക്സ് എന്ന് പറയുമ്പോൾ 4 വീലിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചവിട്ടിയാൽ വണ്ടിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിൽക്കാനായിട്ട്. സ്ട്രെയിറ്റ് ലൈൻ നിൽക്കുന്നുണ്ട്. നമുക്ക് സ്പീഡ് പോകുമ്പോൾ ചവിട്ടിയിട്ട് സ്പീഡിൻ്റെ ഒരു സ്പീഡ് ഷെഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് DCT വാങ്ങുകയാണെങ്കിൽ 4 ഡിസ്ക് ബ്രേക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഈ റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ 18 ഇഞ്ച് വീലിൻ്റെ ഒരു ഗുണം കൂടി കാണണം. ഈ 18 ഇഞ്ച് വീലിൻ്റെ ഒരു
ഹെൽപ്പ് എന്ന് പറയുന്നത് ഈ പ്ലഷ് ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡ്ലിങ്ങിന് സഹായിക്കുന്നുണ്ട്. സീറ്റ് അല്ലെങ്കിൽ നമുക്ക് JK ടയേഴ്സൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് പറയാം. പിന്നെ ടർബോ പെട്രോൾ എഞ്ചിനാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. ഇതിൻ്റെ വണ്ടിക്ക് നമ്മൾ സെഡേറ്റീവായിട്ട് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ ഒരു 2100-2200 RPM വേണ്ടി 100-ലെത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും. പക്ഷേ ഞാൻ ഓടിക്കുന്ന പോലെ ഗിയർ ഡൗൺ ചെയ്ത് കാല് കൊടുത്ത് ഇങ്ങനെയൊക്കെ ഓടിക്കുകയാണെങ്കിലോ, ഇങ്ങനെയൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഒരു 8-9 നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അത് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടും, പവറിന് വേണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് പവർ കിട്ടും. പറഞ്ഞില്ലേ മറ്റാൾ പറഞ്ഞ പോലെ, പവറുള്ള വണ്ടിക്ക് പവർ കൂടുതലായിരിക്കും, പവറില്ലാത്ത വണ്ടിക്ക് പവർ ഉണ്ടാവില്ല പറഞ്ഞില്ല അതുപോലെ. പിന്നെ ടാക്കോമീറ്റർ ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു മീറ്റർ ഇല്ല നമുക്കൊരു അലോസരമായിട്ട് തോന്നാം ഇടയ്ക്കൊക്കെ. പക്ഷേ എനിക്ക് ഈ ഒരു സംഗതി ഇപ്പോൾ ശീലമായിട്ടുണ്ട്. സ്റ്റിയറിങ്ങിന് 2 ഓപ്ഷൻസ് ഉണ്ട്, ലൈറ്റ് അല്ലെങ്കിൽ ഹൈ എന്നുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഈ 2 ഓപ്ഷൻസിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ കൂടി ഇപ്പോൾ സിറ്റി സ്പീഡിൽ ലൈറ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് സ്റ്റിയറിംഗ് വെച്ചിട്ട്. അതുപോലെ സ്പീഡ് കൂടുമ്പോൾ ഈ സ്റ്റിയറിങ്ങിന് വെയിറ്റ് വയ്ക്കുന്നുണ്ട്. അത് ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ പഴയ ടെസ്റ്ററുമായിട്ട് എങ്ങനെ നോക്കിയാലും ഈ വണ്ടി ഗജാന്തരമാണെന്ന് തന്നെ പറയാൻ പറ്റും. അതിലൊരു സംശയം വേണ്ട. പിന്നെ ഞാൻ ആ ടർബോയുടെ ഒരു എന്താ പറയുക, ടർബോ ബ്ലോ ഓഫ് വാൽവ് തപ്പി ആ ബോണറ്റിനകത്ത് ഞാൻ കണ്ടിട്ടില്ല. അത് മിക്കവാറും ടർബോയുടെ ഒരു ബാക്കി വരുന്ന പ്രഷർ തിരിച്ച് ഇൻടേക്കിലേക്ക് തന്നെ വിടുന്ന ആ ബൈപ്പാസ് വാൽവിനായിരിക്കും ഒരു ബ്ലോ ഓഫ് വാൽവ് എന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടാക്കിയത്. അതിനകത്തേക്ക് ഞാൻ കൂടുതൽ വരുന്നില്ല. എന്തായാലും ഒരു നല്ല വണ്ടിയാണ് ഡസ്റ്റർ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് റെനോയ്ക്ക് ഒരു പുതുജീവൻ ഇന്ത്യയിൽ കൊടുക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. അപ്പോൾ നല്ല സ്റ്റിയറിംഗ് ഉള്ള, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള എഞ്ചിനുള്ള, നല്ല രസമായിട്ട് ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഒരു വണ്ടി. അതിൻ്റെ ബ്രേക്ക് കൊള്ളാം, ക്ലച്ച് കൊള്ളാം, സസ്പെൻഷൻ കൊള്ളാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാം. അപ്പോൾ ഇതൊരു നല്ല വണ്ടിയാണെന്ന് നിസ്സംശയം പറയാം. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഒരു SUV ആണ്, പ്രോപ്പർ SUV ആണ്. പ്രോപ്പർ SUV എന്ന് പറയുമ്പോൾ 4x4 വേണം നമ്മൾ പറയും, അതല്ല ഞാൻ പറയുന്നത്. ഒരു പ്രോപ്പർ SUV ലുക്കുള്ള വണ്ടിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വേണ്ട, നമുക്ക് സാധാരണ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് മതി. ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ്റെ പവറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡസ്റ്റർ മതിയായിരിക്കും. പിന്നെ എഫിഷ്യൻസി നോക്കുന്നുണ്ട്. പണ്ട് വന്ന പോലെ ഡീസൽ ഇല്ലല്ലോ, ഒരു ഡീസൽ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടിയാണ് എനിക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. കാരണം ഈ വണ്ടിയുടെ ഒരു ഹൈബ്രിഡ് കൂടി വരുന്നുണ്ട്. അത് വരുമ്പോൾ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ കൂടി നിങ്ങൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീരും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മാനുവൽ ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, DCT ഓടിക്കുന്നതിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന വണ്ടി തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. എന്തായാലും എനിക്ക് കൈ കിട്ടിയത് മാനുവലാണ്. ഞാനതിലിപ്പോൾ ഒരു ഗ്ലാഡാണ്. കാരണം ഈ മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഈ ഒരു സ്ലിക്നെസ്, ഈ മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഒരു കൃത്യത ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ കാണുകയാണ്. കാരണം നമുക്ക് ഇൻ ഗിയർ ആക്സിലേഷൻ ഒക്കെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മിഡ് റേഞ്ചിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടി വെറുതെ ഒരു 50 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോകുന്നു, നമ്മൾ പോകുന്നത് 2000 RPM ചുമ്മാ കാലം കൊടുത്താൽ വലിയ പ്രശ്നങ്ങളില്ലാണ്ട്, വലിയ ആലമ്പൊന്നും ഇല്ലാണ്ട് വണ്ടി ഞാൻ കയറി പോകുന്നുണ്ട്. അതായത് ഇൻ ഗിയർ ആക്സിലേഷൻ കൊള്ളാം, അപ്പോൾ മിഡ് റേഞ്ച് കൊള്ളാം, ടർബോ ചാർജർ എഞ്ചിനുകളുടെ പോലെ എന്ന് തന്നെ പറയാനുള്ളത്. മാത്രമല്ല ടോപ്പ് എൻഡിൽ എത്തുമ്പോൾ ആ പവർ ഫെയ്ഡ് ചെയ്യുന്ന പോലുള്ള ഫീൽ എനിക്ക് തോന്നിയില്ല. കാരണം 6000 RPM വരെ ഞാനിതിപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കി, 3ാമത്തെ ഗിയറിലും 4ാമത്തെ ഗിയറിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. പിന്നെ നമ്മുടെ സൈഡിലേക്ക് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു കോക്പിറ്റ് എന്ന നിലയ്ക്കുള്ള ഒരു ഡിസൈനൊക്കെ കൂടി നമുക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തൊരു വണ്ടിയാണ് ഡസ്റ്റർ എന്ന് നമുക്ക് തോന്നും ചെയ്യും. അതും ഒരു ഗുണമുള്ള കാര്യമാണ്. പിന്നെ നമുക്കിവിടെ ഇരിക്കുമ്പോഴേ ബോണറ്റ് കാണാം. അതായത് ഞാൻ ഉയർന്നല്ല ഇരിക്കുന്നത്, എൻ്റെ എർഗണോമിക്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു ഇത്തിരി പൊക്കി ഇത്തിരി താത്തി ആ ഒരു എൻ്റെ കൃത്യമായിട്ടുള്ള ഡ്രൈവിംഗ് പോസ്റ്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പൊസിഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ ബോണറ്റ് എനിക്ക് കാണാം. മിററുകൾ ചെറിയ സൈസാണെങ്കിൽ കൂടി നമുക്ക് കാഴ്ചകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഫോക്സ്വാഗൺ കാറുകളുടെ പോലെ, ജർമ്മൻ കാറുകളുടെ പോലെ അവിടെ ഒരു കുനിപ്പ് കാണാം. കുനിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതായത് ആ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കുനിപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ പോലുള്ള കാര്യങ്ങൾ അഡാസ് ഫംഗ്ഷനാലിറ്റൊക്കെ ഉണ്ട്. ഞാൻ അഡാസിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. കാരണം അഡാസ് ടെസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ലോങ് ടൈം വണ്ടി കിട്ടുമ്പോൾ ആലോചിക്കാവുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് ബിഹേവിയറിലും ഇതിൻ്റെ ഈ എഞ്ചിൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാനുള്ളത്. ഇപ്പോൾ എഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഡൈംലറും അതുപോലെ റെനോയും കൂടി കമ്പൈൻഡ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകുന്ന ഒരു എഞ്ചിനാണിത്. മെഴ്സീഡീസിൻ്റെ പല മോഡലുകളിലും നമുക്ക് ഈ എഞ്ചിൻ കാണാൻ പറ്റും. 1.3 എന്ന് പറയുന്നത് അത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ എഞ്ചിൻ്റെ ഒരു സുപ്യൂരിറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. കാരണം പല കമ്പനികൾ ഷെയർ ചെയ്യുന്ന ഒരു നല്ല എഞ്ചിൻ ആയതുകൊണ്ടായിരിക്കും നമ്മൾ കരുതാണ്. പിന്നെ 4 സിലിണ്ടറിനായിട്ടുള്ള ഒരു NVH എന്ന് പറയുന്നത് നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ് റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് 4 ഉണ്ട്. അതായത് വണ്ടിക്ക് അകത്തേക്ക് അലോസരമൊന്നും വരില്ല. ഇപ്പോൾ നമുക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞ് യാത്ര ചെയ്യാൻ പറ്റും, വൈബ്രേഷൻ കാര്യങ്ങളൊന്നും വരില്ല. അങ്ങനെ വന്നൊരു വൈബ്രേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗിയർ ലീവറിൻ്റെ മുകളിൽ നിന്ന് കൈ വെച്ചാലേ നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ആ ഒരു ലിങ്കേജിൻ്റെ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ഷിഫ്റ്റർ വണ്ടികളിലാണ് കൂടുതലും വരിക, കേബിളിൽ വരാറില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീൽ അതിനകത്ത് കണ്ടു. പിന്നെ കോളർ വെച്ചിട്ടാണ് നമ്മളിൻ്റെ ഒരു റിവേഴ്സ് ഇടുന്നത് എന്നുള്ളതും ഒരു കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡസ്റ്ററിനെ കുറിച്ച് അറിയേണ്ടത് എനിക്ക് കൂടുതലായിട്ട്? അതായത് ഞാൻ അടുത്തായിട്ട് ഓടിക്കാൻ പോകുന്നതിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് 1 ലിറ്റർ എഞ്ചിൻ എങ്ങനെയാണെന്ന് അറിയണം എന്നുള്ളതാണ്. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഒന്ന് ചോദിച്ച് ഓടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഹൈബ്രിഡ് വരുമ്പോൾ ഹൈബ്രിഡും ഒന്ന് ഓടിച്ച് നോക്കണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ കാര്യമായിട്ട് പറയാം. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ, ഒറ്റ കാര്യത്തിൽ ചോദിച്ചാൽ ഡസ്റ്റർ എങ്ങനെയുണ്ട് ചോദിച്ചാൽ, ഈ വണ്ടിയുടെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു
സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡ് പ്രസൻസ് ആണ്. 4 പേര് കണ്ടാൽ നോക്കുന്നൊരു വണ്ടി എന്നാണ് പുതിയ ഡസ്റ്ററിനെ പറയാൻ പറ്റുക. അതിന് കാര്യം ഇതിൻ്റെ മുൻവശത്തെ ആ ഒരു ഡിസൈൻ എലമെൻറ്റുകളും അതിൻ്റെ ഒരു വലിയ മാച്ചോ ലുക്കും തന്നെയാണ്. അതായത് ഒരു SUV വേണമെന്നുള്ള ആൾക്കാർക്ക് അതിന് ഒരു SUVയുടേതായിട്ടുള്ള തനതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല വേണ്ടത്, ലുക്കാണ് മെയിനെങ്കിൽ എനിക്ക് തോന്നുന്നു ഡസ്റ്റർ ചോയ്സായിട്ട് എടുക്കാം. അതുപോലെ കോമ്പറ്റീഷനുമായിട്ട് എന്താണ് ഈ വണ്ടിക്ക് മാറ്റി നിർത്തുന്നത് ചോദിച്ചാൽ അതിൻ്റെ ഈ ലുക്കും അല്ലെങ്കിൽ ഈ ഒരു റിഫൈൻമെൻറ്റും അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുക റൈഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സെൽറ്റോസ് ആണോ ബെറ്റർ, ഇതാണോ ബെറ്റർ എന്ന് വെച്ചാൽ സെൽറ്റോസിൻ്റെ റൈഡ് ക്വാളിറ്റി യാത്ര ചെയ്യാൻ ബെറ്റർ ആണെങ്കിൽ ഹാൻഡ്ലിംഗ് ഒക്കെ കൂടി നന്നായിട്ട് ഒരിത്തിരി എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഒരിത്തിരി കൂടി ഒരു കാലൊക്കെ കൊടുത്ത് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ഒരിത്തിരി ട്വിസ്റ്റി റോഡുകളിലൂടെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കുറച്ച് പൊളിച്ച് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ സെൽറ്റോസിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് ഡസ്റ്ററാണ്. ഡസ്റ്ററിൻ്റെ ഹാൻഡ്ലിംഗ് കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഡസ്റ്റർ ഉണ്ടല്ലോ, ഓൾ വീൽ ഡ്രൈവ്, അതൊന്നുകൂടി ഓടിച്ചു പോകണം. ഞാൻ പറഞ്ഞത് ഈ പാലത്തിൻ്റെ ജോയിൻറ്റുകളും അതുപോലെ നമ്മുടെ ഈ ചെറിയ ചെറിയ പോട്ടോൾസും അല്ലെങ്കിൽ നമ്മുടെ ഒരു റെമ്പിൾ സ്ട്രിപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ചെറിയ സ്പീഡിൽ നമ്മൾ അകത്തേക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ സ്പീഡിലാണ് ഓടിക്കുന്നെങ്കിൽ ഒന്നും അറിയില്ല, എല്ലാം ഡിസ്പെൻസ് വണ്ടി പോകുന്നുണ്ട്. അതായത് നമുക്കൊരു അൺസെറ്റിലിംഗ് ഒന്നുമില്ല. അതായത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നല്ലതാണ്, ഹൈ സ്പീഡ് ഹാൻഡ്ലിംഗ് നല്ലതാണ്, ഹൈ സ്പീഡ് റൈഡും നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഡസ്റ്റർ ആ പിന്നിൽ ഇൻഡിപെൻഡൻ്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ മഹീന്ദ്ര എന്ന് വിക്രമൻ സാറ് വന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഡാമ്പേഴ്സ് ഒന്നും മാറ്റാതെ അവർ സാധാരണ ഒരു ഡിസൈനാക്കി മാറ്റി ഈ വണ്ടീനെ ഇത്രയും ട്യൂൺ ചെയ്ത് ഇറക്കിയെന്ന് തോന്നിയിട്ടോ? എനിക്ക് തോന്നുന്നു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇറക്കാൻ വേണ്ടി ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഡസ്റ്ററിന് മുന്നേ നമുക്ക് ഈ ഡസ്റ്ററിൻ്റെ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള ഡാസിയ ഡസ്റ്ററിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാതെ ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ടായിട്ടുള്ളത്. ഓക്കെ, എല്ലാം സ്പോട്ട് ഓൺ ആണ്. എനിക്ക് തോന്നുന്നു ഒരിത്തിരി മൈലേജിൻ്റെ കുറവ് നമുക്ക് തോന്നും. അതായത് പണ്ട് ഡസ്റ്റർ വാങ്ങുമ്പോൾ ഡസ്റ്ററിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് എഫിഷ്യൻസി ആയിരുന്നു. കാരണം ഡീസൽ എന്ന് പറയുന്നത് നമുക്ക് ലാഭത്തിൽ ഓടിക്കാൻ പറ്റിയ ഒരു എഞ്ചിനാണ്, അല്ലെങ്കിൽ ലാഭത്തിൽ ഓടിക്കാൻ പറ്റിയ ഒരു ഫ്യൂലാണ്. എന്തായാലും ഇത്തവണ അതില്ല. ഇവർ ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഹൈബ്രിഡ് വരാൻ കുറച്ച് ലേറ്റായി എന്നുള്ളത് കൂടിയാണ്. അതും നമുക്ക് വലിയ കാര്യമായിട്ട് കാണണ്ട, കാരണം ഹൈബ്രിഡ് വരട്ടെ. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള എഞ്ചിനുകളിൽ ഇവിടെ നമ്മൾ ഇന്ത്യയിൽ കണ്ട കുഞ്ഞു വണ്ടികളുടെ എഞ്ചിനുകളിൽ ഏറ്റവും വലുതാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. റെനോ ഡസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ താഴെ പറയൂ. എന്തായാലും ഈ വണ്ടി ഒരു ടെസ്റ്റ് ഡ്രൈവ് അറിയിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഈ വണ്ടി എടുത്ത ഷോറൂമിൽ പോയാൽ മതി. TVS ആണ് കല്ലൂരത്തെ. ശരി, അപ്പോൾ